നാം കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിനെ തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രാരംഭമായിട്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വേറെ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ ഈ വചനഭാഗങ്ങൾ നമുക്ക് അനുഗ്രഹ കാരണമായിട്ട് തീരുമാറാകട്ടെ. ഈ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ ആകയാൽ എന്നുള്ള ആ പ്രയോഗത്തോടു കൂടിയാണ്. ആകയാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുള്ള പ്രബോധന വാക്യങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള വിഷയങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി നാം ചിന്തിക്കുന്നതായിരിക്കും അത് ഉചിതമായിരിക്കുന്നത്. നമുക്കറിയാം, 5-ാമത്തെ അധ്യായം മുതൽ ആരംഭിച്ച ഈ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ഏകദേശം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ കാതലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കടക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയുടെ പുതിയ ജീവിത അവസ്ഥയെ വിശദീകരിക്കുകയാണ് 5-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. നാം എല്ലാവരും ആദാമിലായിരുന്നു, എന്നാൽ ദൈവം തന്റെ കൃപയാൽ നമ്മെ ക്രിസ്തുവിലാക്കി തീർത്തു. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള സ്ഥാനങ്ങൾ നാം അവിടെ കാണുകയുണ്ടായി. അതിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാസ്യത്വം എന്നുള്ള അല്ലെങ്കിൽ അടിമത്വം എന്നുള്ള ആ ഒരു സാദൃശ്യം എടുത്തിട്ട് നാം മുമ്പ് പാപത്തിന് ദാസന്മാരായിരുന്നു, മരണത്തിന് ദാസന്മാരായിരുന്നു, എന്നാൽ ഇന്ന് ആ ദാസ്യത്വമൊക്കെ വിട്ടിട്ട് നാം ക്രിസ്തുവിന്റെ ദാസന്മാരായി തീർന്നു എന്ന് നാം ചിന്തിക്കുകയാണ്. 7-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ട് തീർന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ അവനിൽ കുടികൊള്ളുന്ന ആദാമ്യ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം അല്ലെങ്കിൽ പഴയ മനുഷ്യൻ അത് എപ്പോഴും ആത്മാവിനോട് അല്ലെങ്കിൽ തന്റെ പുതിയ ഐഡന്റിറ്റിയോടുള്ള ബന്ധത്തിൽ എപ്പോഴും സംഘർഷത്തിലാണ് എന്നും അതുകൊണ്ട് ദിവസേന ആ ഒരു സ്ട്രഗിൾ, ആ കോൺഫ്ലിക്റ്റ് അത് വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ള സത്യം പൗലോസ് തന്റെ അനുഭവത്തിലൂടെ വെളിവാക്കുകയാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യു ആർ ഡിഫറൻറ്റ്, നിങ്ങൾ തികച്ചും വ്യത്യസ്തരാണ് എന്നുള്ള ഒരു തീമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദെർ ഈസ് നോ കണ്ടംനേഷൻ. മാത്രമല്ല, നിങ്ങൾ ജഡത്തിലുള്ളവരല്ല, നിങ്ങൾ ആത്മാവിലുള്ളവരാണ്, നോട്ട് ഇൻ ദ ഫ്ലഷ്. കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അധിവാസമുള്ളവരാണ്. കൂടാതെ നിങ്ങൾക്ക് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണം പുനരുത്ഥാനത്തിലൂടെ ആ രക്ഷാപദ്ധതി എല്ലാ വിശ്വാസികളും പൂർത്തീകരിക്കുന്നു. അതാണ് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ കണ്ടുകഴിഞ്ഞു. ആകയാൽ അങ്ങനെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പദവികൾ അലങ്കരിക്കുന്നവരും ശ്രേഷ്ഠമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഉള്ളവരാകിയാൽ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്തിലൂടെ വരച്ചു കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനായിരിക്കുന്ന ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ പൊസിഷനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഒന്ന് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചതിന് ശേഷം ഈ വേദഭാഗത്തിലെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അവർ ഒരു പുതിയ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു സത്യത്തെ തുറന്ന് കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു:
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, പുത്രത്വത്തിൻ ആത്മാവ്, അത് നാം പ്രാപിച്ചിരിക്കുന്നു. എന്താണ് ഈ പുത്രത്വത്തിൻ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, നാം പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ആദാമിലായിരുന്നു. ദൈവഭവനവുമായിട്ട് നമുക്ക് യാതൊരു സംബന്ധവുമില്ലായിരുന്നു. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടി ആയിത്തീരുന്നു എന്ന് മാത്രമല്ല, അവന് ദൈവം നൽകുന്ന ഒരു പ്രത്യേക പദവി ആ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക ഭവനത്തിലേക്ക് അവനെ അഡോപ്റ്റ് ചെയ്യുക, അവനെ ദത്തെടുക്കുക. ദത്തെടുക്കലിന്റെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ദത്തെടുക്കലിന്റെ എല്ലാ പ്രിവിലേജസും പദവികളും അതുപോലെ അതിന്റെ എല്ലാ സ്ഥാനവും അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒരു വിശ്വാസിയിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ വിശ്വാസിക്ക് ലഭ്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഈ ഒരു സ്ഥാനം നാം മറന്നുപോയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഭവനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് അതിന്റെ രീതിയിലുള്ള ജീവിതചര്യ നാം വെച്ച് പോരാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവ കുടുംബത്തിലാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തില് മോശയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ 3 മാസം വരെ സ്വഭവനത്തിൽ അവനെ ഒളിപ്പിച്ചു വച്ചെങ്കിൽ തന്നെയും അവനെ വീണ്ടും അവിടെ സംരക്ഷിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ അവനെ നൈൽ നദിയിൽ ഉപേക്ഷിക്കുകയാണ്. ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി അതിൽ അവനെ ആക്കി വെക്കുന്നു. ഫറവോന്റെ പുത്രി ആ കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടിട്ട് ദിവ്യസുന്ദരൻ എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ തന്റെ ഭവനത്തിലേക്ക് ചേർത്തുകൊള്ളുകയാണ്. അതിന്റെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഫറവോന്റെ ഭവനത്തിൽ ആ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനത്തോടുകൂടെ മോശ വളർത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനകാരൻ ആ ഒരു ചരിത്രത്തെ ഓർത്തിട്ട് ഇപ്രകാരം പറയുകയാണ്: ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള ആ സ്ഥാനം താൻ നിരസിച്ചു എന്ന് നാം കാണുവാൻ സാധിക്കും. മോശ കൊട്ടാരത്തിൽ അനുഭവിച്ച സകല പദവികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യദേശക്കാരനെന്നോ അല്ലെങ്കിൽ ഒരു ഇസ്രായേലിനെന്നോ എന്നുള്ള അവസ്ഥയിലല്ല, കൊട്ടാരത്തിലെ സ്വന്തം ആളാണ് എന്നുള്ള നിലയിൽ സ്വന്തം കുടുംബക്കാരാണ്, രാജകുടുംബത്തിലെ അംഗം, രാജകുമാരൻ എന്നുള്ള സകല സൗഭാഗ്യങ്ങളും തനിക്ക് അനുഭവിക്കുവാൻ ഇടവന്നിരുന്നു. അത് ആ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് ഒരു മകനായിട്ട് ദത്തെടുക്കപ്പെട്ട ആ മോശയെ നമുക്ക് കാണുവാൻ സാധിക്കും. എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായിയുടെ ഭവനത്തിൽ ദത്തെടുക്കപ്പെട്ട ഒരു പൈതലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായ ഹദസ്സെ എന്ന എസ്തേർ, ആ എസ്തേറിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. ആ മകളെ മൊർദെഖായി എസ്തേറിനെ തന്റെ മകളായി എടുത്തു. നാം എസ്തേറിന്റെ പുസ്തകം 2-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകന്റെ ചരിത്രം നാം ഇവിടെ വായിക്കുന്നുണ്ട്. ആ മകൻ അപ്പന്റെ സകല സൗഭാഗ്യങ്ങളും ആ വീട്ടിലെ സകല പൊസിഷൻസും അവൻ നഷ്ടമാക്കിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആ വീട്ടിൽ നിന്ന് തന്റെ അവകാശവും സമ്പത്തും എല്ലാം സ്വായത്തമാക്കി താൻ പുറപ്പെട്ടു പോയി തന്റെ അവകാശങ്ങളെ മുഴുവൻ താൻ നഷ്ടമാക്കി. വളരെ സമയം കഴിഞ്ഞു പോയിരുന്നു. തന്റെ നഷ്ടം എന്താണ്, താൻ നഷ്ടപ്പെടുത്തിയ അവകാശത്തിന്റെ മൂല്യം എന്താണ് എന്നുള്ളത് താൻ തിരിച്ചറിയുവാനായിട്ട്. എന്നാൽ അത് മനസ്സിലാക്കിയപ്പോൾ അവൻ തിരിച്ച് അപ്പന്റെ ഭവനത്തിൽ വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 19-21 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഒരു കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ പരിഗണിക്കണമേ എന്ന് താൻ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അങ്ങനെ പറയുമെന്ന് താൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ പിതാവിന്റെ മുമ്പാകെ അവന് പറയുവാനായിട്ട് സാധിച്ചില്ല. തന്റെ പുത്രത്വവും പുത്രത്വത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അവകാശങ്ങളും
തന്റെ സമ്പത്തും സ്വത്തുമൊക്കെ താൻ നാനാവിധമാക്കി കളഞ്ഞിട്ട് ഇനി ഇതാ അപ്പന്റെ അടുക്കിലേക്ക് താൻ കടന്നു വരുമ്പോൾ നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. കാരണം ആ പ്രിവിലേജസ് എല്ലാം ഞാൻ നഷ്ടമാക്കിയവനാണ്. ഇനി അതിനുള്ള അവകാശം എനിക്കില്ല. എന്നാൽ ആ സ്നേഹനിധിയായ പിതാവ് ആ മകനെ സ്വീകരിക്കുന്നത് ഒരു വേലക്കാരനായിട്ടോ കൂലിക്കാരനായിട്ടോ അല്ല. താൻ 24-ാമത്തെ വാക്യത്തിൽ ആ പിതാവിന്റെ സാക്ഷ്യം നാം കാണുന്നുണ്ട്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരുന്നു. ആ മകനെ വീണ്ടും ആ ഭവനത്തിലേക്ക് ചേർക്കുന്നത് തന്റെ മകനായിട്ട് തന്നെയാണ്, പുത്രനായിട്ട് തന്നെയാണ്. ശരിയാണ്, പുത്രത്വത്തിന്റെ എല്ലാ അവകാശങ്ങളും താൻ നഷ്ടപ്പെടുത്തിയതാണ്. എന്നാൽ ആ പുത്രത്വത്തിലേക്കോ ആ കുടുംബത്തിലെ സ്ഥാനത്തിലേക്കോ കടന്നു വരുവാൻ തനിക്ക് അർഹതയോ ഒരു ക്ലെയിമും ഇല്ല. പിതാവ് നിരസിച്ചു കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുവാൻ ആരും ഇല്ല തന്നെ. എന്നാൽ ആ പിതാവ് ആ മകനെ സ്വീകരിക്കുന്നത് മകനായിട്ട് പുത്രത്വത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുത്രന് വേണ്ടി താൻ ഒരുക്കുന്നതും താൻ കരുതി വച്ചിരുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങളും ആ പുത്രനെ മകനായിട്ട് അല്ലെങ്കിൽ ആ ഇളയ മകനെ തിരികെ ആ പദവി നഷ്ടപ്പെടുത്തിയെങ്കിൽ പോലും ആ മകനായിട്ട് തന്നെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസിംഗ് ഓഫ് എ സൺ, ഒരു മകന്റെ അല്ലെങ്കിൽ പുത്രന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ, അതിന് ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ സ്ഥാപിക്കുന്ന എല്ലാ നിയമ പരിരക്ഷയോടും കൂടെ, എല്ലാ പ്രിവിലേജസോടും കൂടെ മകൻ എന്ന നിലയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്, ദത്തെടുക്കലിന്റെ കാര്യം എന്ന് പറയുന്നത്. അഡോപ്ഷന്റെ പ്രക്രിയ അത്ര നിസ്സാരമായിട്ട് അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് അനേകം ഫോർമാലിറ്റീസ് നിയമപരമായിട്ട് ഉണ്ട്. ആ അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ കേവലം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ ഒരു 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 മറ്റൊരാളായിട്ട് പരിഗണിക്കുവാൻ സാധ്യമല്ല. ആ വീട്ടിലെ മകന്റെ സകല സൗഭാഗ്യത്തോടും സകല അവകാശത്തോടും സകല പദവിയോടും സകല സ്ഥാനത്തോടും കൂടെ മാത്രമേ ദത്തെടുക്കൽ നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് അതിനൊരു സ്റ്റാൻഡിംഗ് ഉണ്ട്, അതിന് ഒരു 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 വിലയുണ്ട്, ഒരു ബാധ്യത അതിനകത്തുണ്ട്, മാത്രമല്ല ഒരു പരിരക്ഷയും അതിനകത്തുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തിയവരായി. ഇനി അതിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് യാതൊരു ക്ലെയിമും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂലിക്കാരിൽ ഒരുത്തനെ പോലെയോ അല്ലെങ്കിൽ അടിമയെ പോലെയോ ദാസനെ പോലെയോ സ്വീകരിച്ചു എങ്കിൽ അത് നമ്മെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. എന്നാൽ സ്നേഹസമ്പന്നനായ കരുണാസമ്പന്നനായ ദൈവം ഒരു വ്യക്തിയെ രക്ഷയിലൂടെ ക്രിസ്തുവിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പുത്രത്വത്തിന്റെ അംഗീകാരത്തോടുകൂടെ അല്ലെങ്കിൽ അംഗീകരണത്തോടുകൂടെ പരിരക്ഷയോടുകൂടെയാണ് ക്രിസ്തുവേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി നമ്മെ തീർക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളത് നമുക്കിവിടെ വായിക്കുവാനായി സാധിക്കും. അവിടെ ദൈവമക്കളായിട്ട് തീരുവാനുള്ള അധികാരം അത് കേവലം വാക്കുകൊണ്ട് വിവരിക്കുവാൻ സാധ്യമല്ല. സൺ അല്ലെങ്കിൽ പുത്രത്വം എന്ന് പറയുന്നത്, സൺഷിപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് പൊസിഷൻ ആസ് എ ലീഗലി റെക്കഗ്നൈസ്ഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് സകല അവകാശത്തിനും യോഗ്യതയുള്ള പരിരക്ഷയുള്ള പരിഗണനയുള്ള ഒരു പദവിയാണ് ആ പുത്രത്വം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നാം ഇവിടെ വായിക്കുന്നത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. നിങ്ങളൊരെ ഇവിടെ ഇതാ ദൈവം നമ്മെ തന്റെ ഭവനത്തിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവിനാൽ അല്ല, ഒരു ദാസനായിട്ടല്ല, ഒരു അന്യനായിട്ടല്ല. പിന്നെയോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അബ്ബാ പിതാവേ എന്നുള്ളത് വളരെ പരിചിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അബ്ബ എന്നുള്ളത് അരാമ്യ ഭാഷയാണ്, അതിന്റെ അർത്ഥം പിതാവ് എന്ന് തന്നെയാണ്. എന്നാൽ ഈ പിതാവ് എന്നുള്ള വാക്കിനേക്കാളും കൂടുതൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് അബ്ബ എന്നുള്ളത്.
നമുക്കറിയാം യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്കറിയുവാൻ സാധിക്കും. നിനക്ക് സകലവും കഴിയും എന്ന് ഞാൻ അറിയുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു. ഗത്സമനയിൽ ആ പ്രാണവേദനയിൽ ആയിരിക്കുന്ന വേളയിലും അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് കേവലം ഒരു 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 സംബോധന മാത്രമായിരുന്നില്ല, പിന്നെയോ അതിന്റെ എല്ലാ ഇന്റിമസിയോടും കൂടെയാണ് യേശു കർത്താവ് പിതാവിനെ വിളിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ. അപ്പോ ദൈവസന്നിധിയിൽ നമ്മെ സ്വീകരിച്ചിരിക്കുന്നത് നാം പാപികളായിരുന്നു, അത് ശരിയാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, അത് ശരിയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ ഓറിയന്റേഷനും ദുഷ്ടതയും ചതുവും വഞ്ചനയും പാപവും അകൃത്യവും ഒക്കെ നിറഞ്ഞതായിരുന്നു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ദൈവ കുടുംബത്തിലേക്ക് വീണ്ടും ജനനത്താൽ ഒരു വ്യക്തി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്, നമ്മിൽ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പദവിയോടുകൂടെയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി സാധാരണ നിലയിൽ അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയതായിട്ടോ ഏറ്റവും കുറഞ്ഞതായിട്ടോ പരിഗണിക്കുക. അങ്ങനെയല്ല. ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അഡൾട്ട് സൺസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല അവകാശത്തിനും. ഇതിന് പാരലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വേദഭാഗം ഗലാത്യ ലേഖനത്തിലുണ്ട്. ഗലാത്യ ലേഖനം 4:6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ, ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഈ പുത്രത്വത്തിന്റെ പദവികളെ ഒന്ന് വിശകലനം ചെയ്യുന്നത് അവിടെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനായിരുന്നു. ഒരു വീട്ടിലെ മകനായിരിക്കാം, അവൻ ശിശു ആയിരിക്കുമ്പോൾ അവൻ ദാസന്റെ പരിലാളനയിലാണ്, നിയന്ത്രണത്തിലാണ്. അവന് ഒരവകാശവും അവിടെ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. അവൻ ദാസന്റെ കീഴിലാണ്, ഒരു ശിശുവായിരിക്കും. അപ്പൊ ഒരു ശിശുവായിട്ടല്ല ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്ന, പിന്നെയോ പൂർണ്ണ അഡൽട്ടായിട്ടുള്ള പുത്രത്വത്തിന്റെ സകല അംഗീകരണവും പദവികളുമുള്ള ഒരു സ്ഥാനത്തേക്കാണ്. ഓക്കെ, അപ്പൊ ദാസനേക്കാൾ ഒട്ടും മികച്ചവനല്ല ഈ ശിശുവായിരിക്കുന്ന ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു യജമാനന്റെ മകൻ. ശിശുവായിരിക്കുമ്പോൾ അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഓക്കെ, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയും. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകും. വളരെ വ്യക്തമായിട്ട് പുത്രത്വത്തിന്റെ സകല കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ദൈവ കുടുംബത്തിലേക്ക് ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവോടുകൂടെയാണ്, ആ പദവിയോടുകൂടെയാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനാൽ അല്ല, ദാസ്യത്വത്തിന്റെ ആത്മാവിനാൽ അല്ല, പിന്നെ ശിശുവായിരിക്കുന്ന അവസ്ഥയിലുമല്ല, പിന്നെയോ മക്കൾ എന്നുള്ള ആ ഒരു പരിധിയിൽ നിന്ന് അപ്പുറമായിട്ട് പുത്രത്വം അല്ലെങ്കിൽ സൺഷിപ്പിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവഭവനത്തിലേക്ക് ദൈവം നമ്മെ കൈക്കൊണ്ടിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരമാണ്. മാത്രമല്ല, ലോക സ്ഥാപനം മുമ്പ് അല്ലെങ്കിൽ മുതൽ അവൻ ആ കാര്യത്തില് നിർണയം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ തന്റെ പദ്ധതി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്
അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ദത്തെടുക്കലിന്റെ പിന്നിൽ വ്യാപരിച്ച ദൈവിക പദ്ധതി, ദൈവിക നിർണയം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ദത്തെടുക്കലിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ലോക സ്ഥാപനത്തിന് മുമ്പേ നിർണയിച്ച ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു, ഒരു വിശ്വാസിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ നിർണയത്തിൽ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഹിതത്തിന്റെ പ്രസാദപ്രകാരം. ഇത് ഫോഴ്സ്ഫുള്ളി സംഭവിച്ച ഒരു കാര്യമല്ല, ഇതൊരു നെസസിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതല്ല. വിത്ത് ഹിസ് ഗ്രേറ്റ് പ്ലഷർ, തന്റെ ആ ഹിതത്തിന്റെ ആ പ്രസാദപ്രകാരം, അത് സന്തോഷത്തോടുകൂടെ അല്ലെങ്കിൽ വലിയ ഹൃദ്യതയോടുകൂടെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് കാരണമായി തീർന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ് ആ ദത്തെടുക്കൽ പ്രക്രിയ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയില് നമ്മുടെ മേൽ ധാരാളം ദൈവകൃപ ചൊരിഞ്ഞു എന്നാണ് എഫേസ്യ ലേഖനകാരൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യശാലികളാണ് ഈ സന്ധ്യാസമയം ഈ ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ പുത്രത്വത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ, അതൊരു ഭാഗികമായിട്ടുള്ള പുനഃസ്ഥാപനമല്ല, പിന്നെയോ പൂർണ്ണ അളവിൽ ആത്യന്തികമായിട്ടുള്ള ഒരു പുനഃസ്ഥാപനമാണ് ക്രിസ്തുവിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ എന്തൊക്കെ പ്രിവിലേജസ് ആണ് നാം അനുഭവിക്കുന്നത്? വി ഹാവ് റിസീവ്ഡ് ഹിസ് സ്പിരിറ്റ്. പുത്രത്വത്തിന് ആത്മാവിനെ അവൻ നൽകിയിരിക്കുകയാണ്. അനേക വാക്യങ്ങൾ നാം അതിനോടുള്ള ബന്ധത്തിൽ കണ്ടു കഴിഞ്ഞു. വി ഹാവ് ബീൻ ഗിവൺ ഹിസ് നെയിം. അവന്റെ പേര്, അവന്റെ നാമം നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് റോമാലേഖനത്തില് 9-ാം അധ്യായത്തില് അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ ഹോശേയ പ്രവാചനത്തിന്റെ ഒരു ഉദ്ധരണി അവിടെ കാണുവാൻ സാധിക്കും. അതിന്റെ 25-26 വാക്യങ്ങൾ. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. നാം അറിയപ്പെടുന്നത് പിതാവിന്റെ പേരിലാണ്. ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നാമകരണത്തിലാണ് നാം അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ അങ്ങനെ ഒരു സ്ഥാനമോ പേരോ പരിഗണനയോ നമുക്ക് ആർക്കും നൽകി എന്ന് വരികയില്ല. എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പുതിയ പേര്, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തില് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിലും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഭൂമിയിലെ കുടുംബത്തിന് പേര് വരാൻ കാരണമായ പിതാവിന്റെ എന്നുള്ളത്. ഇനിയോ സ്വർഗത്തിലും ഭൂമിയിലും പേര് വരുവാൻ കാരണമായ സകല കുടുംബത്തിനും പേര് വരുവാൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ മക്കൾക്ക്, സ്വർഗീയ പൗരന്മാർക്ക്, സ്വർഗത്തിലെ മക്കൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, ഭൂമിയിൽ മാത്രം പേരെഴുതപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ചല്ല ഇവിടെ പറയും. പിന്നെയോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ആ പിതാവിന്റെ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ അവിടെ സ്വന്തം ജനം എന്ന ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മറ്റൊരു കാര്യം, വി ആർ ബീയിങ് കൺഫോം ടു ഹിസ് ഇമേജ്. പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അപ്പൊ ദത്തെടുക്കുമ്പോൾ സാധാരണ നിലയിൽ ആ വ്യക്തികൾക്ക് കുടുംബത്തിന്റെ എന്തെങ്കിലും ഒരു ഛായ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. എന്നാൽ പലപ്പോഴും മക്കൾക്ക്, ജനിച്ച മക്കളെ സംബന്ധിച്ച് പിതാവിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ദത്തെടുക്കലിന്റെ ഭാഗമായിട്ട് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം. ഈ പുത്രത്വത്തിന് അങ്ങനെ ഒരു അംഗീകരണം കൂടെ ഉണ്ട്. നാം അത് ചിന്തിച്ചിട്ടുണ്ടോ? പുത്രന്മാരായിട്ട് അന്യരായിട്ട് നിൽക്കുവാനല്ല, ആ കുടുംബത്തിൽ തന്റെ പുത്രനോട് അപ്പൊ യേശു ക്രിസ്തുവിനോട് അനുരൂപരായിട്ട് തീരുവാനായിട്ട് ഉള്ള ദത്തെടുക്കൽ കേവലം പേപ്പറിലുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പുത്രത്വമല്ല.
പിന്നെയോ വി ആർ ബീയിങ് കൺഫോംഡ് ടു ഹിസ് ഇമേജ്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ അങ്ങനെ പൂർത്തീകരിക്കപ്പെടുമോ? നാം ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ദൈവമക്കൾ എല്ലാവരും വിഭിന്ന സ്വരൂപത്തിലുള്ളവരാണ്, വിഭിന്ന സ്വഭാവക്കാരാണ്. ഒരുപക്ഷെ പല പരിമിതികളും കുറവുകളും നമുക്ക് അവരിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നാം ഒരുപക്ഷെ ഇവരെ ദൈവത്തിന്റെ മക്കളാണോ എന്നൊക്കെ സംശയിക്കുന്നവരുമാണ്. ഒരുപക്ഷെ ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠരെന്നൊക്കെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത് എന്താ? പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. കേവലം പുത്രൻ എന്നുള്ള പേരോ നാമമോ ലീഗൽ സ്റ്റാൻഡിങ്ങോ മാത്രമല്ല, പിന്നെയോ യേശു കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാനുള്ള പ്രക്രിയ അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ അവിടെ കൊണ്ട് ആ ഡിസ്കഷൻ അവസാനിക്കുന്നില്ല. 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, ശരിയാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോ പുത്രത്വം എന്നുള്ളത് കേവലം പേരിലുള്ള ഒരു സ്വീകാര്യതമല്ല, ലീഗലായിട്ടുള്ള ഒരു സ്വീകാര്യത മാത്രമല്ല, യേശു കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പുത്രത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ശിക്ഷണമുണ്ട്, അല്ലെ? വി മസ്റ്റ് എക്സ്പെക്ട് ഹിസ് ചാസ്റ്റനിങ്. ദൈവത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ ബാലശിക്ഷ നിരസിക്കുവാനായിട്ട് പാടുള്ളതല്ല. അത് കേവലം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പിന്നെ അതിനകത്ത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ബാലശിക്ഷ കഴിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത്? മക്കളായതുകൊണ്ടാണ്. അവിടെ പറയുന്നത് മക്കളല്ല എങ്കിൽ ഒരു പിതാവും എന്ത് ചെയ്യുകയില്ല, അവരെ ബാലശിക്ഷ കഴിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബാലശിക്ഷിക്കുന്നത്? ലോകത്തിൽ പിതാക്കന്മാർ മക്കളെ ബാലശിക്ഷ കഴിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് തോന്നുന്ന വിധത്തിലായി, അല്ലെ? എന്നാൽ നാം സ്വർഗത്തിലെ പിതാവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത് എന്താ? മക്കളായതുകൊണ്ടാണ്. മാത്രമല്ല, തോന്നുന്നത് പോലെയല്ല. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ആ നിലയില് ദൈവത്തിന്റെ ഭവനത്തിൽ വളർത്തപ്പെടുന്ന അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വിധേയമാകുന്ന, സാങ്ക്ടിഫിക്കേഷന് വിധേയമാകുന്ന ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദാസ്യത്വമല്ല, പിന്നെയോ പുത്രൻ എന്നുള്ള നിലയില് സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഭയമല്ല. ദൈവസന്നിധിയിൽ നമുക്ക് ധാരാളമായിട്ടുള്ള പ്രവേശനമാണ് അവൻ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. വി ഹാവ് ആക്സസ് ടു ഹിസ് ഹോളി പ്രസൻസ്. അവന്റെ ദിവ്യ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, നമുക്കതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ദത്തെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ പുത്രത്വത്തെ കുറിച്ച്, അവന്റെ ദത്തെടുക്കലിനെ കുറിച്ച് യാതൊരു സംശയത്തിനും ഇടയില്ല. ഫുൾ അഷ്വറൻസ് ആണ്. കാരണം അത് കംപ്ലീറ്റ് ചെയ്യാതെ ദത്തെടുക്കൽ പ്രക്രിയ നടക്കുകയില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. ഇസ് ഫുള്ളി അഷ്വേർഡ്. അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ പുത്രത്വത്തിൽ ആത്മാവിനെ നമുക്ക് നൽകിയത് കൊണ്ട് നമുക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നാം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാം ഭയപ്പെടുവാനുള്ളവരല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ദാസ്യത്വവുമല്ല. മറ്റൊരു കാര്യം, തൊട്ട് അടുത്ത വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതിന്റെ ഒരു ഫുൾ അഷ്വറൻസ് നൽകിയിരിക്കുന്നു. എന്തിനാണ് ഞാനത് ഈ നിലയിൽ ആ ഭാഗം വിശദമാക്കി? ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നാം അത് മനസ്സിലാക്കുമ്പോൾ ദൈവ കുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിന് വലിയ പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അഡോപ്ഷൻ എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പുതിയ സ്ഥാനത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ നമുക്ക് ലഭ്യമായ ഒരു പുതിയ അനുഭവത്തെ അത് വിശദീകരിക്കുകയും കൂടാതെ നമുക്ക് ലഭ്യമാകുന്ന
ഒരു ഫ്യൂച്ചർ ഡെസ്റ്റിനിയെ കുറിച്ച്, ആത്യന്തികമായിട്ടുള്ള ഒരു സമാപ്തിയെ കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ നൽകുകയും ചെയ്യും. ഈ വാക്യത്തിൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഈ 3 കാര്യവും നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ആ അഡോപ്ഷന്റെ ഭാഗമായിട്ട്, ദത്തെടുക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം ഏതാണ്? നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് നമുക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്? നോക്കിക്കോളൂ, ഈ അഡോപ്ഷൻ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ 12, 13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ അവിടെ വായിക്കുന്നത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദിനംതോറുമുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ പന്ഥാവിലേക്ക് അവൻ നമ്മെ നടത്തും. വീണ്ടും അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു തേജസ്കരണത്തിന്റെ ഒരു വലിയ പ്രത്യാശയും അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ നിലയിലുള്ള ഒരു അഡോപ്ഷൻ അത് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവം ഉദ്ദേശിക്കുന്ന വലിയ പദ്ധതികളെ കുറിച്ച് നാം ബോധവാന്മാർ ആകേണ്ടത് ആവശ്യമാണ്. ഇനി ഈ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ഈ അഡോപ്ഷന് എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്? അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, പദവികളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ബീയിങ് കോൾഡ് സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത? നാം പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്ന് നമ്മുടെ വായിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പരിഗണിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്റെ പുത്രൻ എന്നുള്ള നിലയിലാണ്. എന്റെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ എന്റെ ഒന്നാമത് ജനിച്ചത് എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ പ്രീ എമിനൻസ് അല്ലെങ്കിൽ ആ പുത്രത്വത്തിന്റെ മുന്തിയ പരിഗണനയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ആദ്യജാതൻ, യേശു കർത്താവിനെ ആദ്യജാതൻ എന്ന് വിളിക്കുമ്പോൾ ഫസ്റ്റ് ബോൺ എന്ന് നാം പറയുമെങ്കിലും അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ആശയമല്ല അവിടെ ഉള്ളത്. അവിടെ ക്രിസ്തുവിന്റെ പ്രീ എമിനൻസ് ആണ്, ആ പുത്രത്വത്തിന്റെ പ്രത്യേക പരിഗണനകളാണ് അവിടെ ഉള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതാ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, ഇസ്രായേലിന്റെ പുത്രൻ. ഹോശേയ പ്രവചനം അതിന്റെ 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ആ പുത്രത്വത്തിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ കാര്യം ദൈവാത്മാവ് പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് ഇത് മുഖാന്തരം നിവർത്തിയായി. എന്താ? ഹെരോദാവ് യേശു കർത്താവിനെ കൊല്ലുവാനായിട്ട് ഗൂഢാലോചന നടത്തിയപ്പോൾ ദൂതന്റെ നിയോഗപ്രകാരം അവിടെ നിന്ന് മിസ്രയീമിലേക്ക് ആ കുടുംബം പലായനം ചെയ്യുകയാണ്. അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഹോശേയ പ്രവചനത്തിലെ ഈ വാക്യത്തിന്റെ ഉദ്ധരണിയാണ്. അപ്പൊ യേശു കർത്താവ് മിസ്രയീമിലേക്ക് ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയപ്പോൾ ഈ വചനം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നുള്ളത് നിറവേറുവാൻ ഇടയായി. അതിന്റെ അർത്ഥം ഇസ്രായേലിനെ കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞെങ്കിൽ തന്നെ പ്രവചനാത്മാവിൽ അത് പുത്രനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനെ കുറിച്ച് പുത്രൻ എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇസ്രായേലിന്റെ പുത്രൻ, ഇതാ യേശു കർത്താവ് എന്റെ പുത്രൻ, അല്ലെ? ഇനി യോഹന്നാന്റെ സുവിശേഷം 3:1 കാണുമ്പോൾ നാം ദൈവമക്കൾ, അവിടെയും സൺസ് ഓഫ് ഗോഡ് എന്നുള്ള ആ പ്രയോഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനം നാം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികജവനാക്കുന്ന യുക്തമായ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഒരു കാര്യം. അപ്പൊ ദൈവകൃപയാൽ ദൈവമക്കളായിട്ട് തീരുവാൻ ഭാഗ്യം ലഭിച്ച വിശ്വാസികളെ കുറിച്ച് അത് പറയുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഈ ദൈവമക്കൾ അല്ലെങ്കിൽ പുത്രത്വം അല്ലെങ്കിൽ അഡോപ്ഷൻ, അതിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ തിരിച്ചറിയുവാൻ സാധിക്കും. ഗലാത്യ ലേഖനത്തിലേക്ക് വരിക.
ഒരുപക്ഷെ അല്പം നമ്മൾ എലോബറേറ്റ് ആയിട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ആ കോണ്ടെക്സ്റ്റിൽ ആ കാര്യം മനസ്സിലാക്കുവാൻ വളരെ സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. നോക്കണേ, ദൈവത്തിന്റെ മക്കളാകും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. ഇവിടെ എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ചിലരുടെ കാര്യമല്ല. വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, പുത്രന്മാരാകുന്നു. മാത്രമല്ല, പിന്നെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. 28-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ശ്രദ്ധിച്ചോണേ, യഹൂദനാകട്ടെ, യവനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ അവരെ ആക്കി വെച്ചിരിക്കുന്ന പദവി എന്ന് പറയുന്നത് പുത്രത്വത്തിന്റെ പദവിയാണ്. ഇനി അവിടെ യാതൊരു ഡിസ്റ്റിങ്ഷനും ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക. ദൈവസഭയില് എല്ലാവരും പുത്രന്മാർ, പുത്രത്വത്തിലേക്കാണ് അല്ലെ. അപ്പൊ പുത്രത്വത്തിലേക്കാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അവസാനത്തെ വാക്യം 29-ാമത്തെ വാക്യം, ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും തന്നെ. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നിങ്ങൾ ഒരു വ്യത്യാസവും കൂടാതെ നിങ്ങൾ എല്ലാവരും എന്താ, അബ്രഹാമിന്റെ സന്തതിയാണ്. പിന്നെ എന്താ, വാഗ്ദത്ത പ്രകാരം അവകാശിയുമാവും. അബ്രഹാമിന്റെ സന്തതി എന്ന് നമ്മെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇതൊരുപക്ഷെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നിയേക്കും. ഒരുപക്ഷെ ജീനിയോളജി പ്രകാരം അബ്രഹാമിന്റെ മക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ നമ്മെ ദൈവം അബ്രഹാമിന്റെ സന്തതി എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് പുത്രനിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന അഡോപ്ഷനാണ്. ഒരു വേദഭാഗം എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് സക്കായിയോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം കാണുവാൻ സാധിക്കും. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ ഒരു വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത് സക്കായി എങ്ങനെയാണ് ദൈവ കുടുംബത്തിൽ അംഗമായത്, എങ്ങനെയാണ് അവൻ രക്ഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാ? ഇവൻ അബ്രഹാമിന്റെ മകനാകിയ. എങ്ങനെയാ അബ്രഹാമിന്റെ മകനായിട്ട് തീരുന്നത്? അനേകർക്ക് അബ്രഹാമിന്റെ മകൻ, അല്ലെങ്കിൽ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞതിന് പ്രകാരം നാം അബ്രഹാമിന്റെ സന്തതി ആയത് ജീനിയോളജി പ്രകാരമൊന്നുമല്ല, പാരമ്പര്യ പ്രകാരമൊന്നുമല്ല, പിന്നെയോ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. അപ്പോ സക്കായി എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, എങ്ങനെയാണ് അബ്രഹാമിന്റെ മകനായത്? ജീനിയോളജി പ്രകാരമല്ല. ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് പറയുമ്പോൾ അവന്റെ വിശ്വാസത്താൽ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയമുള്ളവരെ, കാണാതെ പോയ മനുഷ്യർ, അവർ അവിശ്വാസത്താൽ ഇടറിപ്പോയവരാണ്. അവർ ദൈവത്തിന്റെ ഭവനം വിട്ട് പോയവരാണ്. അവർ അവിശ്വാസത്താൽ ദൈവ കുടുംബത്തിൽ നിന്ന് അന്യരായി പോയവരാണ്. അത് സംഭവിച്ചത് ഏതെല്ലാണ്. ആ ഏതെല്ലാണ് പുത്രത്വം നഷ്ടപ്പെടുത്തിയത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായിട്ട് നിയോഗിച്ചയച്ചത് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ക്രൂസിലൂടെ ആ പുത്രത്വം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇളയ മകൻ സകലവും നഷ്ടപ്പെടുത്തിയവരെങ്കിലും വെറുതെ സ്വീകരിക്കുകയായിരുന്നില്ല. ഇതാ സ്വർഗത്തിലെ ദൈവം പുത്രനെ കുരുതി കൊടുത്തിട്ട് മറുവിലയായിട്ട് നൽകിയിട്ട് ആ വലിയ വില കൊടുത്തിട്ട് ആ വലിയ ലീഗൽ റിക്വയർമെന്റ് അത് സാധിച്ചിട്ട് ഇനി ആർക്കും നിഷേധിക്കുവാനാകാത്ത വിധം ആ ഒരു പുത്രത്വത്തിന്റെ ലീഗൽ സ്റ്റാറ്റസിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കും. ഈ ഭാഗം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഇതാ പുത്രത്വത്തിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ വായിച്ചു വിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ അതിന്റെ പ്രിവിലേജസും അതിന്റെ ഉത്തരവാദിത്വങ്ങളും അത് അനന്തമാണ്, അതിന്റെ സാധ്യതകൾ അനന്തമാണ്. അത് എത്ര തന്നെ ചിന്തിച്ചാലും അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ, മുഴുവനായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം അവൻ നമുക്ക് സൗജന്യമായിട്ട് നൽകിയ ഒരു അവകാശമാണ്.
നാം ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദി സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ അസിസ്റ്റ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മുടെ ശുദ്ധീകരണത്തിൽ ഈ ദത്തെടുക്കലിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതിന്റെ 12, 13, 14 വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് വിശദീകരിച്ച് നൽകിയിരിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചോളൂ, ഈ പുത്രത്വത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. നാം എന്ത് ചെയ്യരുത്? ജഡത്തിനല്ല നാം കടക്കാരായിരിക്കും. നമ്മുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ലോയൽറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ജഡത്തിനല്ല. 12 വാക്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ പുത്രത്വത്തിലേക്ക് വന്നിരിക്കുന്നു. ആ സ്ഥാനത്തിലേക്ക് നിങ്ങളെ അവൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനിമേലാൽ നിങ്ങളുടെ കടബാധ്യത ജഡത്തോടുള്ള ബന്ധത്തിലല്ല. എന്താ ഈ കടക്കാരാകുക? ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഞാൻ കടക്കാരനായിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് എന്തുണ്ട്? ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു കടം എന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ എന്താണ്? ആ കടം വീട്ടുന്നതിലാണ്, എന്റെ ഒബ്ലിഗേഷൻ. അപ്പൊ ആ കടക്കാരനായിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ കടക്കെണിയിലായതുകൊണ്ട് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ എനിക്ക് ആ വ്യക്തിയുമായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ജഡത്തിനല്ല കടക്കാര് ആകുന്നത്. ജഡത്തിനല്ല നിങ്ങൾ കടക്കാരാകുന്നത്. അപ്പൊ അതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. പിന്നെ ആർക്കാണ് നാം കടപ്പെട്ടിരിക്കുന്നത്? ഒരു ദത്തെടുക്കപ്പെട്ട പുത്രൻ എന്നുള്ള നിലയില് ആ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ യോഗ്യത ഒന്നും പരിഗണിക്കാതെ അയോഗ്യത മാത്രമുള്ള എന്നെ ഒരു കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുമ്പോൾ എന്റെ ഒബ്ലിഗേഷൻ എന്താണ്? എന്റെ വിധേയത്വം എന്താണ്? എന്റെ കേന്ദ്ര വിഷയം എന്താണ്? ആ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ ദൈവ കുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾ ജഡത്തിനല്ല കടക്കാരാകുന്നത്, വിനയോ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാകും. ഇത് വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദത്തെടുക്കൽ, ദൈവ കുടുംബത്തിലെ മക്കൾ, പുത്രന്മാർ എന്നുള്ള ആ ഒരു പദവി നമ്മെ വിശുദ്ധീകരണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഒരിക്കലും ജഡത്തിന് കടക്കാരൻ എന്ന വണ്ണം ജീവിക്കുവാനായിട്ട് എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ നിലയില് ദൈവാത്മാവിനോട് കടപ്പെട്ടവരായിട്ട് ജീവിക്കുവാൻ ആവശ്യമുണ്ട്. ഓക്കെ, വീണ്ടും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു പ്രത്യേക കാര്യമാണ് വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കാര്യമായിട്ടിരിക്കുന്നത്. അതെ, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 12, 14, 13 വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ 2 പ്രധാനപ്പെട്ട സത്യങ്ങൾ നാം ചിന്തിക്കുക. ഒന്ന്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. നമ്മുടെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. വിശുദ്ധീകരണത്തിന്റെ പാതയിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ മുന്നേറാനായിട്ട് സാധിക്കും? പലപ്പോഴും ഇത് സംബന്ധമായിട്ട് 3 പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി അതിനകത്ത് പ്രോഗ്രസീവ് നേച്ചർ എന്ന് വരും. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സിൻലെസ് പെർഫെക്ഷൻ ആണ് അവന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയും ജീവിത രീതിയും പഠിപ്പിക്കലും, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗോഡ് വിൽ ഓട്ടോമാറ്റിക്കലി സാങ്ക്ടിഫൈ അസ്. അതിനകത്ത് എനിക്ക് പങ്കാളിത്തമൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, ബാക്കിയെല്ലാ കാര്യം ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു നിസ്സംഗ അല്ലെങ്കിൽ സഹകരണമില്ലാത്ത ഒരു ചിന്ത മനോഭാവം. God will automatically purify while we remain idle. നാം വളരെ ലാഘവത്തോടുകൂടെ ഇരുന്നാൽ മതി. ഈ സമീപനവും വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ തെറ്റായ സമീപനമാണ്. മൂന്നാമത് മറ്റൊരു സമീപനം, തെറ്റായ സമീപനം എന്ന് പറയുന്നത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ചില തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ
നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് എന്റെ സ്വയമായിട്ട് എന്നാ ഇന്നു മുതൽ ഞാൻ വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് തീരുമാനിച്ച് നടപ്പിലാക്കി ഞാൻ തന്നെയാണ് എന്റെ വിശുദ്ധീകരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഈ 3 ചിന്താഗതികളും ഒരുപോലെ തെറ്റിദ്ധാരണ ജനകമാണ് വേദപുസ്തകത്തിൽ ആ നിലയിലുള്ള ഒരു രീതി കാണുന്നത്. എന്നാൽ എന്താണ് വിശുദ്ധീകരണത്തിന്റെ പാത എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ, അല്ലെ, അവിടെ വായിച്ചത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇതാണ് വിശുദ്ധീകരണത്തിന്റെ ആ ഒരു പന്ഥാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രേരക ശക്തിയായി വർത്തിക്കും. ആത്മാവാണ് വിശുദ്ധീകരണത്തിന് പ്രേരകമായിട്ട് അതിനുള്ള സകല ശക്തിയും നമ്മിൽ നൽകുന്നത്. പഴയ നിയമത്തിൽ നിന്ന് അനേക വാക്യം നമ്മൾ കണ്ടു. ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളിൽ അവരെ നടത്തും എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും അതേ കാര്യത്തിന്റെ ഉദ്ധരണി നാം കാണുന്നുണ്ട്. എബ്രായ ലേഖനത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ തന്ന് നമ്മിൽ ഒരു വലിയ പ്രവൃത്തി ദൈവം നടത്തിയെടുക്കുകയാണ് അവിടെ ചെയ്തത്. അപ്പോ ദി എനർജി ബിഹൈൻഡ്, അല്ലെങ്കിൽ ദി പവർ ബിഹൈൻഡ് സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഹോളി സ്പിരിറ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിനാലാണ് ഇത് നടക്കുന്നത്. ഇതെന്റെ ഒരു സെൽഫിഷ് മോട്ടീവില് നടക്കുന്ന ഒരു കാര്യമല്ല ശുദ്ധീകരണം എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അത് സാധിപ്പിച്ചെടുക്കുന്നതിന് ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്നു. എന്നിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാനും അത് പുരോഗമനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? വചനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം നൽകുന്നു. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യേശു കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓർമ്മയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്? എങ്ങനെയാ? അതിന്റെ ശാക്തീകരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇനി അതിനെ പ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. ശ്രദ്ധിച്ചോളൂ, വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നേറണമെങ്കിൽ ഒരു വ്യക്തി, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം? വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ഈ വചനമാണ് നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ നൽകുന്നത്. ദൈവവചനം അനുസരിക്കുവാനായിട്ടാണ് ആത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് താൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അവൻ സ്വയമായിട്ട് ഒന്നും സംസാരിക്കാൻ പിന്നെന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തും. വചനം ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ തന്ത്രം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവന് ബോധം വരുത്തുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ വചനത്തിന്റെ റിക്വയർമെന്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ വചനം പ്രമാണിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച്, ഈ വചനത്തിന്റെ മുമ്പാകെ ഞാൻ ആരാണ്, ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് തെളിവാക്കി നമുക്ക് തരും. നമ്മുടെ ബുദ്ധിക്ക് ബോധ്യമാക്കി തരും. നാം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു കണ്ണാടിയിൽ ചെന്ന് കാണുന്നത് പോലെയാണ് വചനത്തിന്റെ മുമ്പാകെ നിങ്ങൾ ആയിരിക്കുന്നത്. അത് പ്രായോഗികമാക്കാതിരുന്നാൽ താൻ എങ്ങനെയുള്ളവൻ എന്നുള്ളത് താൻ പിന്നത്തേതിൽ മറന്നു പോകുന്ന ഒരാളോട് സമനായിട്ട് തീരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അതനുസരിച്ച് ചെയ്യുന്നവനോ ആ വചനമാകുന്ന കണ്ണാടിയിലൂടെ ലഭ്യമാകുന്ന, വെളിവാകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇല്ലുമിനേറ്റ് ചെയ്ത് നൽകുന്ന ആ വസ്തുതകൾ അനുസരിക്കുവാനായിട്ട് നാം തീരുമാനിക്കുവാൻ ആവശ്യം. 3-ാമതായിട്ട് വിശുദ്ധീകരണത്തിന്റെ പാതയിൽ, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രേരക ശക്തിയാണ്, അതിനുള്ള ഊർജം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും അവൻ നമ്മെ കൺവിൻസ് ചെയ്യുകയും നമുക്ക് തെളിയിച്ചു തരികയും ചെയ്യുന്നുണ്ട്. 3-ാമതായിട്ട് ഇത് ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് വിശ്വാസിയെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താ? നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം, വിട്ടുകൊടുക്കേണ്ട ആവശ്യം. പിടിച്ചടക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തെക്കുറിച്ച് ബോധ്യം നൽകിക്കൊണ്ടേയിരിക്കും. പാപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ശുദ്ധീകരണത്തെക്കുറിച്ചും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ആത്മാവ് ബോധ്യപ്പെടുത്തി തരുമ്പോൾ
സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. റോമാലേഖനം 6:13 നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ദാസന്മാരായിട്ട് സമർപ്പിച്ചു കൊള്ളുവിൻ. നീതിക്ക് ദാസന്മാരായിട്ട് സമർപ്പിച്ചു കൊള്ളുവിൻ. റോമാലേഖനം 6:19 അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അവിടെ ഈ സമർപ്പിക്കുക, വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കലാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യുവാനുള്ളത്. റോമാലേഖനം 12:1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമർപ്പണമാണ്. എങ്ങനെയാ സമർപ്പിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മെ തന്നെ സമർപ്പിക്കുവാനും വിട്ടു നൽകുവാനും തീരുമാനിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ, നാം നമ്മെ തന്നെ ആ വിധേയപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ശുദ്ധീകരണം വരുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ശുദ്ധീകരണത്തിന്റെ പാത എന്ന് പറയുന്നത്. പലപ്പോഴും നാം പരാജയപ്പെടുന്ന ഒരു മേഖല, നാം പലപ്പോഴും ആണ്ടിൽ പല തവണ എടുക്കുന്ന തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ വിശുദ്ധീകരണം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. പിന്നെയോ ദൈവാത്മാവിന്റെ സഹായം കൂടാതെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ ഒരു വ്യക്തിക്ക് മുന്നേറാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ലോയൽറ്റി അല്ലെങ്കിൽ നമ്മുടെ വിധേയത്വം, നമ്മുടെ ഒബ്ലിഗേഷൻ പരിശുദ്ധാത്മാവിന് വിട്ടു നൽകുന്നതിലൂടെ ആത്മാവ് നമ്മിൽ നിറവേറ്റുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. അനേക വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമുക്ക് അവൻ തെളിവാക്കി തരുന്നുണ്ട്. മാത്രമല്ല, നാം ആ വചനത്തിന്റെ മുമ്പാകെ, ദൈവാത്മാവ് തെളിയിക്കുന്നതിന്റെ മുമ്പാകെ നാം എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ആവശ്യം. ഇനി ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. അല്ലെ, ഈ മരിപ്പിക്കൽ പ്രക്രിയ, പുട്ട് ടു ഡെത്ത് അല്ലെങ്കിൽ മരണത്തിന്, മോർട്ടിഫൈ ദി മെമ്പേഴ്സ്, ഇത് സമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മോർട്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനം 5-ാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഈ നിലയിൽ വിട്ടു നൽകുന്നത് എന്ന് പൗലോസ് പറയുന്നു. എങ്ങനെയാണ് അവയവങ്ങളെ മരിപ്പിക്കുക? അല്ലെ, അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി, ഒരു ഓട്ടക്കാരനാകട്ടെ, മറ്റു ഒരു കായിക താരമാകട്ടെ, അവർ തങ്ങളുടെ പ്രിപ്പറേഷനിൽ സകലത്തിലും വർജനം ആചരിക്കുന്നു. അല്ലെ, അത് പറഞ്ഞതിന് ശേഷം താൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായിട്ട് തീരാതിരിക്കേണ്ടതിന് 27-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറയുന്നു. ഈ ദണ്ഡനം എന്ന് പറയുന്നത് തല്ലോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെയോ അതിനു വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് അതിനുവേണ്ടി അവയവങ്ങളെ മരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് നൽകുകയാണ്. കീപ് ദി ബോഡി അണ്ടർ സബ്ജക്ഷൻ. അപ്പൊ ആ നിലയില് അവയവങ്ങളെ മരിപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, പത്രോസിന്റെ 1-ാം ലേഖനം 2-11 വാക്യത്തിൽ ആത്മാവിന് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ചില കാര്യങ്ങൾ വിട്ടുകളയുവാനായിട്ട് ആവശ്യമുണ്ട്. അല്ലെ, ഗലാത്യലേഖനം 5-24 വാക്യത്തിൽ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ നോക്കിക്കോളൂ, ജഡത്തിന് കടക്കാരായിട്ട് ജീവിക്കരുത്. ശരിയാണ്, നമ്മുടെ പഴയ മനുഷ്യന്റെ പ്രേരണകളൊക്കെ നമ്മിൽ ഇപ്പോഴും സജീവമാണ്. എന്നാൽ നമ്മുടെ ലോയൽറ്റിയും ഒബ്ലിഗേഷനും അതിലല്ല, ആത്മാവിന് വിധേയപ്പെടുന്നതിലൂടെ. അപ്പോ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ജഡത്തിന്റെ ചില പ്രവൃത്തികളെയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അങ്ങനെ പെറുക്കി കളഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും അതിന് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെയോ ആത്മാവിന് കീഴടങ്ങലിലൂടെ മാത്രമേ, ആത്മാവിന് വിധേയപ്പെടുന്നതിലൂടെ മാത്രമേ, ആത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി, അതിന് തൊട്ടു മുമ്പ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും
നന്ദിയോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ഇങ്ങനെ നാം ദൈവത്തിന് വിധേയപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവാത്മാ നിറവുള്ളവരായി. ആത്മനിറവ് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഏറ്റക്കുറച്ചിലല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ആത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആത്മാവിന്റെ ആത്മനിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ നമ്മുടെ അവയവങ്ങളെ, അല്ലെങ്കിൽ നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന, നമ്മെ നയിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. കൊലോസ്യലേഖനം 3:16 വാക്യത്തിൽ ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വചനം ആവോളം ഉൾക്കൊള്ളുന്നത് നിമിത്തം ആ നിലയില് വിശുദ്ധീകരണത്തിന് നമ്മെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല റോമാലേഖനം 13:14 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. റോമാലേഖനം 13:14 വാക്യം. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളാൻ പറയുന്നുണ്ട്. മര്യാദയായിട്ട് നടക്കണം. വിരക്കൂത്തുകൾ, മദ്യപാനങ്ങൾ, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, പിണക്കത്തില്, അസൂയത്തിലൊന്നുമല്ല. പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട്. പ്രിയമുള്ളവരെ, ഈ ചിന്ത ഒഴിവാക്കിയിട്ട്, അതായത് നമ്മള് ജഡത്തിന് കടക്കാരായിട്ട് തീരരുത്. നമ്മുടെ ശ്രദ്ധ ആത്മാവിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ജഡത്തിന്റെ പ്രേരണകൾക്ക് നമ്മിൽ സ്വാധീനം കുറഞ്ഞു വരും. നമ്മുടെ പഴയ മനുഷ്യൻ അവൻ ബലഹീനനായിട്ട് തീരുകയും അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനായിട്ട്, ബലമുള്ളവനായിട്ട് തീരുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണത്തിനായിട്ട് ലെഡ് ബൈ ദി സ്പിരിറ്റ്, അല്ലെ? ഇതിന്റെ 14 വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ലെഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഏതെങ്കിലും തീരുമാനത്തിന്റെ പിന്നിൽ നാം നയിക്കപ്പെടുകയല്ല, പിന്നെയോ ആത്മാവിനാൽ നയിക്കപ്പെടുക, ആത്മാവ് നടത്തപ്പെടുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നവനാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നത്? ചില സമയങ്ങളിലെങ്കിലും ആത്മാവ് നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിച്ച് നമ്മെ ആത്മീക വളർച്ചയിലേക്കും ശുദ്ധീകരണത്തിലേക്കും നടത്തും. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ വിലക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16:7 വാക്യത്തിൽ അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആത്മാവ് വിലക്കുന്നു, ആത്മാവ് സമ്മതിക്കുന്നില്ല. അപ്പൊ ആത്മാവ് ചില സാഹചര്യങ്ങളിലൂടെ റെസ്ട്രിക്ട് ചെയ്തിട്ട് നമ്മെ ചില വഴിയിലൂടെ നടത്തുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതോ നാം ചിന്തിക്കുന്നതോ അല്ല ഒരുപക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുക്കി വയ്ക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവാത്മാവ് നമ്മെ നയിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ ദൈവാത്മാവിനൊരു ഉദ്ദേശം. ആ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്, മാത്രമല്ല നമ്മുടെ ആത്മീക വളർച്ചയ്ക്കാണ്. 2 ഉദാഹരണങ്ങൾ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാണ്. അബ്രഹാം പ്രതീക്ഷിക്കാത്ത, അബ്രഹാം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അബ്രഹാമിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അബ്രഹാമിനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അനുസരണത്തിന്റെ പാഠമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ലോയൽറ്റിയുടെ പാഠമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള പാഠമായിരിക്കാം. ആ പാഠത്തിന് വേണ്ടി ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നടത്തപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യപ്പെടുകയാണ്? അവൻ ആത്മീയമായിട്ട് പണിയപ്പെടുകയാണ്. അവൻ വിശ്വാസികളുടെ പിതാവ്, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ അവന്റെ വിശ്വാസത്തെയും അവന്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന കാര്യത്തെയും അവൻ അവിടെ തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പോ ദൈവമക്കളുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ചില സാഹചര്യങ്ങളുടെ ദൈവം നടത്തിയെന്ന് പറഞ്ഞേക്കാം. ഒരുപക്ഷെ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ചില ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുചെന്നിട്ടു. ഒരുപക്ഷെ ഹോസ്റ്റിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എനിമിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത, ദൈവമകൻ എന്നുള്ള നിലയിൽ എനിക്ക് സംസാരിക്കുവാൻ പറ്റാത്ത ചുറ്റുപാടുകളിൽ ഒരു വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ എന്നെ ദൈവമാക്കിയിരുന്നത്. ദൈവാത്മാവ് അങ്ങനെ നയിക്കുന്നു എങ്കിൽ, അങ്ങനെ നടത്തുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ പോലും അറിയാത്ത ഒരു പാതയിൽ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പാതയിൽ
ദൈവാത്മാവ് പർപ്പസ്ഫുള്ളി എന്നെ വഴി നടത്തുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക, തന്റെ ജഡത്തിലെ ശൂലത്തെക്കുറിച്ച് താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വച്ചിരിക്കുന്നത് എന്ന് ദൈവം താൻ തന്നെ പൗലോസിനെ വെളിപ്പെടുത്തി. അത് മാറ്റുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മാത്രമല്ല, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ജഡത്തിൽ എനിക്ക് ശൂലം നൽകിയിരിക്കുന്നു. എന്നെ കുത്തുവാനായിട്ട് സാത്താന്റെ ദൂതനെ തന്നെ ഇത് പൗലോസിന് ബോധ്യമായപ്പോൾ താൻ തന്റെ ബലഹീനതയിൽ പ്രശംസിക്കുക. പ്രിയമുള്ളവരെ, ഇത് പലപ്പോഴും നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് പലപ്പോഴും നാം അത്ര പ്ലസന്റ് ആയിട്ട് ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ദൈവാത്മാവ് നടത്തുന്നുവെങ്കിൽ, വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് നടത്തുന്നുവെങ്കിൽ, ആ സാഹചര്യങ്ങളെ ദൈവാത്മാവിന്റെ വിധേയത്വത്തിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കഷ്ടതകളിൽ സഹിഷ്ണുതയോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ആവശ്യം. ഇവിടെ നാം താഴെ വായിക്കുന്നുണ്ട്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം പ്രതീക്ഷിക്കുന്നത് സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ പൂമെത്തയിലൂടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല. അതെല്ലാ വിധത്തിലും സകല വിധത്തിലും ഞെരുക്കം അനുഭവിക്കുവാനായിട്ടുള്ള സകല സാധ്യതകളും. കഴിഞ്ഞ നാളുകളിൽ അഫ്ഗാനിസ്ഥാനിലെ ആ സംഭവ വികാസങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവ ജനത്തെ അവർ പീഡിപ്പിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, അവർ കൊല ചെയ്യുന്നു മാത്രമല്ല, ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കുവാനിടയായത്, ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ തോലുരിച്ച് കൊന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ സമീപ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യം. ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള അനേക മാനസിക സമ്മർദ്ദങ്ങളും ശാരീരിക പീഡകളും ഇന്ത്യയില് വിശ്വാസികൾ അനുഭവിക്കുന്നു എന്നുള്ളത് നാം മറന്നുപോകുക. നാം വളരെ സേഫാണ് എന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്ക് വേണം. ഒരുപക്ഷെ ദൈവാത്മാവ് നമ്മെ അത്തരത്തിൽ അനുവദിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ശിക്ഷാ പദ്ധതിയായിട്ടോ ശിക്ഷാക്രമമായിട്ടോ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല. പിന്നെയോ, ദൈവാത്മാവ് നടത്തുന്നെങ്കിൽ അത് നമ്മുടെ ഗുണത്തിനായിട്ടാണ്. മാത്രമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ, നാം അവന്റെ സ്വഭാവം പ്രാപിക്കുവാനായിട്ട് അവൻ നമ്മെ അനുവദിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം നേരത്തെ ഓർത്തതുപോലെ ദൈവാത്മാവ് നടത്തുന്നത് ബൈ ഇലുമിനേറ്റിംഗ് സ്ക്രിപ്ചർ. തിരുവഴുത്തുകളെ നമ്മിൽ എന്ത് ചെയ്തുകൊണ്ടാണ്? വെളിവാക്കി തന്നുകൊണ്ടാണ്. നമുക്കറിയാം, എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് അവർ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നാം അതിന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ വളരെ അർത്ഥവത്താണ്. അത് ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും, അല്ലെ? ബൈ എക്സ്പോസിങ് സ്ക്രിപ്ചേഴ്സ്, അല്ലെ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-16 വാക്യങ്ങൾ. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കും. ദൈവാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ ദൈവത്തിന്റെ വചനമാണ്. അതെന്താണ്? ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കുന്ന മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവജനം എന്നുള്ള നിലയിൽ ദൈവവചനത്തിന്റെ മുമ്പാകെ സമയം, അത് ക്വാളിറ്റി ടൈം നാം വിനിയോഗിക്കുവാനായിട്ട് ഇത് നമ്മെ ഉപദേശിക്കുകയാണ്. മാത്രമല്ല, എഫേസ്യ ലേഖനത്തില് പൗലോസിന്റെ പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണമെന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടും, അല്ലെ? ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിക്കണം. എങ്ങനെ അറിയാം? വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് ഇൻ അവർ ലൈഫ്? ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഉള്ള ഉദ്ദേശങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, എങ്ങനെ അറിയാം? മറ്റു മാർഗമൊന്നുമല്ല. അതിനുവേണ്ടി പ്രവാചകന്മാരുടെ അടുത്ത് എക്സ്റ്റേണൽ സോഴ്സിലേക്ക് നാം പോകേണ്ടതില്ല. ദൈവവചനത്തിലേക്ക് കടന്നു വരിക. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവൻ നമുക്ക് വെളിവാക്കി തരും ദൈവവചനത്തിലൂടെ. അതൊരു അശരീരിയായിട്ടോ അല്ലെങ്കിൽ അഭൗതികമായിട്ടുള്ള വാക്കുകളാലോ അല്ല, അല്ലെ? അപ്പൊ പിന്നെയോ, ദൈവവചനത്തിന്റെ പ്രകാശനത്തിലൂടെ, അല്ലെ? അപ്പൊ ആ നിലയില് എഫേസ്യ ലേഖനം 3:16-19 ദൈവാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ ലേഖനം 1:9 ആത്മീയമായിട്ടുള്ള സകല ജ്ഞാനത്തിലും വളർച്ചയിലും വിവേകത്തിലും നിങ്ങൾ വളർന്നു വരയണം എന്നുള്ളത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് ഇല്ലുമിനേറ്റ് ചെയ്ത് തരുന്നതിലൂടെ ദൈവാത്മാവ് നമ്മെ വഴി നടത്തും.
മാത്രമല്ല ബൈ സാങ്ക്ടിഫൈങ്, ദൈവവചനം അനുസരിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട്, അതിനു വേണ്ടിയിട്ട് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട്, നമ്മുടെ ദൈവാത്മാവിനെ അനുസരിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നെങ്കിൽ എത്രത്തോളം അനുസരിക്കുന്നു അത്രത്തോളം എന്ത് സംഭവിക്കും? ജഡത്തിന്റെ പ്രേരണകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ട്. നാം പലപ്പോഴും മറുവശമാണ് ചിന്തിക്കുന്നത്. ജഡത്തിന്റെ കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയല്ല. പിന്നെ ദൈവാത്മാവിന്റെ കൂടെ സഹകരിച്ച് നിൽക്കുന്നതിലൂടെ, സമർപ്പിക്കുന്നതിലൂടെ അങ്ങനെയാണ് ഏതിൽ നിന്ന് ഒഴിവാകുന്നത്? ഈ ജഡത്തിന്റെ അല്ലെങ്കിൽ പഴയ മനുഷ്യന്റെ പ്രേരണകളിൽ നിന്ന് ഒഴിവായി വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമുക്ക് ഇടവരുത്തും. എന്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ. ഒന്നിട്ട് കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, കാരണം നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, അത് നമുക്ക് ശുദ്ധീകരണത്തിന് പ്രേരണ നൽകുന്നു, സഹായകമായിട്ട് നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ പുത്രത്വത്തിന്റെ അംഗീകരണത്തെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ അതിന്റെ 16-ാമത്തെ വാക്യം, നാം ദൈവമക്കൾ എന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ഇതൊരു വലിയ എന്തുവാ ഒരു അഷ്വറൻസ് ആണ് നമുക്ക് നൽകുന്നത്. നമുക്ക് വലിയൊരു അഷ്വറൻസ് ആണ് നൽകുന്നത്. എന്താ അഷ്വറൻസ്? ഈ അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സാക്ഷ്യം. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയക്കുന്നതിലൂടെ, നൽകുന്നതിലൂടെ പിതാവിന്റെ സാക്ഷ്യം ഉണ്ട്. ഇനി ആത്മാവ്, നമ്മുടെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനോട് സാക്ഷ്യം പറയും. ഏതാത്മാവ്? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്റെ ആത്മാവ്, മനുഷ്യാത്മാവിനോട് സാക്ഷ്യം പറയുന്ന ആ സാക്ഷ്യം എന്താ? ദൈവത്തിന്റെ മക്കളാണെന്നുള്ള സാക്ഷ്യം. ഈ സാക്ഷ്യം എങ്ങനെയാണെന്ന് പലരും ചോദിക്കാം. ഈ സാക്ഷ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മലയാള ഭാഷയിലാണോ സാക്ഷ്യം പറയുന്നത്? അതോ ഇംഗ്ലീഷിലാണോ? അതോ ഹീബ്രുവിലാണോ സാക്ഷ്യം പറയുന്നത്? അതോ ആത്മാവിന്റെ മന്ദസ്വരമാണോ നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നത്? ആത്മാവിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ ഉളവാക്കിക്കൊണ്ടാണ്. ഗലാത്യലേഖനം 5:22 വാക്യത്തിൽ നാം കാണുന്ന ആത്മഫലങ്ങൾ നമ്മിൽ ഉളവാകുന്നതിലൂടെ ആത്മാവ് നമ്മിൽ സാക്ഷീകരിക്കുകയാണ് നാം ദൈവത്തിന്റെ മക്കൾ എന്ന്. അപ്പൊ ആ നിലയില് ഉള്ള സ്വഭാവ രൂപീകരണത്തിലൂടെ, ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ, മാത്രമല്ല ആത്മാവിന്റെ ശാക്തീകരണത്തിലൂടെ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷകൾക്ക് ദൈവാത്മാവ് നൽകുന്ന പ്രചോദനത്തിലൂടെ, ശാക്തീകരണത്തിലൂടെ ഒക്കെ ഈ കാര്യം സാക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവ്. നാം അത് കണ്ടു കഴിഞ്ഞതാണ്, അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യവും വലിയ അക്സെപ്റ്റൻസും ഒക്കെ, അതിനകത്ത് സ്വീകാര്യതയും അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതാണ്. ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അത് എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ദാറ്റ് എൻഷുവേഴ്സ് അവർ ഗ്ലോറിഫിക്കേഷൻ, നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ അല്ലെങ്കിൽ ഈ പുത്രത്വം എന്നുള്ളത് അത് ഉറപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അത് കർത്താവ് അനുവദിക്കുന്ന പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഈ രാത്രി സമയം കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നാം ദൈവകുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടവരാണ്. ആ ദത്തെടുക്കലിന്റെ പ്രാധാന്യവും ദൈവകുടുംബത്തിൽ നമ്മെ സ്വീകരിച്ചിരിക്കുന്ന ആ സ്ഥാനവും അതിന്റെ പ്രിവിലേജസും ഒക്കെ ഈ രാത്രികാലം ദൈവത്തെ സ്തുതിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് അത് മുഖാന്തരം ഇടവരുമാറാകും. മാത്രമല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതുകൊണ്ട് നാം ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട്, നാം അഡൽട്ട് സൺസ് ആയിട്ട് നാം ദൈവകുടുംബത്തിൽ സ്വീകരിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അവകാശികളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പറയാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല, വി ഹാവ് സം ഒബ്ലിഗേഷൻ. നമുക്ക് ചില കടമകളുണ്ട്, ചുമതലകളുണ്ട്. അത് സാങ്ക്ടിഫിക്കേഷനിൽ മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. അത് പരിശുദ്ധാത്മാവിന് സഹായകമായിട്ട് അല്ലെങ്കിൽ അനുകൂലകമായിട്ട് നിൽക്കുന്നതിലൂടെ, സമർപ്പണത്തിലൂടെ നാം കണ്ടതുപോലെ
ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്ന ഒരു നിലയിൽ, ദൈവാത്മാവ് നടത്തുന്നവർ എന്നുള്ള നിലയിൽ നാം മുന്നോട്ട് നീങ്ങേണ്ടത് ആവശ്യം. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകി. ഇനിയും ജഡത്തിന് കടപ്പെടുന്നവരായിട്ട് തീരുവാനായിട്ട് പാടുള്ളതല്ല. വീണ്ടും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയപ്പാടിന്റെ അവസ്ഥയിലല്ല, പിന്നെയോ ക്രിസ്തുവിൽ ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യം. മാത്രമല്ല, നാം സ്വർഗത്തിലെ പിതാവിനെ സംബോധന ചെയ്യുന്നത് അബ്ബാ പിതാവേ. പ്രിയമുള്ളവരെ, അതെത്രയോ വലിയ പദവിയാണ്. അത് വാസ്തവത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. മഗ്ദലന മറിയത്തോട് നീ പോയി എന്റെ സഹോദരന്മാരോട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറയും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവുമായവെങ്കിലേക്ക് കയറി പോകുന്നു എന്നുള്ളത് എന്റെ സഹോദരന്മാരോട് എന്ന് പറയും. എങ്ങനെയാണ് യേശു കർത്താവ് സഹോദരന്മാരായിട്ട് ശിഷ്യന്മാർ തീർന്നത്? എങ്ങനെയാണ് നാം അങ്ങനെ ആയിത്തീർന്നത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആത്മാവ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ സഹോദരനായിട്ട് തീർന്നു. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ അബ്ബാ പിതാവ് എന്നുള്ള നിലയിലായിത്തീർന്നു. അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മിൽ നിറവേറ്റപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തുന്നു.